എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇ ഡിയുടെ കുറ്റപത്രം സമർപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിലോട്ട് വരുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഒരു കുറ്റാന്വേഷണ വിഭാഗം അല്ലെങ്കിൽ ഇ ഡി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അവരുടെ കണ്ടെത്തലുകളും കാര്യങ്ങളൊക്കെ കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചു. അവരുടെ പ്രോസിക്യൂഷൻ റിപ്പോർട്ട് കംപ്ലൈന്റ് ആയിട്ട് എന്ത് ചെയ്യാണ് അവർ കൊടുക്കുകയാണ്. അപ്പൊ അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ വിവരിക്കുന്നുണ്ട്. ഇന്ന് ഇത്ര ഇത്ര രൂപ ഒരു ഈ പറയുന്ന രൂപത്തിൽ തട്ടിയെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ഇത്ര രൂപയുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന ഇന്ന രീതിയിലാണ് എന്ന രൂപത്തിലൊക്കെ അവരുടെ കണ്ടെത്തലുകൾ കോടതിക്ക് മുന്നാകെ ബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അത് ബോധിപ്പിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ കേസിന് തീർപ്പുണ്ടാകത്തുള്ളൂ. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കോടതിയിലാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഒന്നും ഇല്ല. ന്യൂസ് റിപ്പോർട്ടുകൾ വരുന്നതെന്ന് വെച്ചാൽ ഒരു വാർത്ത അതിന്റെ ഹൈലൈറ്റ്, ഒരു വാർത്തയുടെ റീച്ച് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര കാര്യമാണ്. അപ്പൊ ആ വാർത്ത എല്ലാ ചാനലിലും ഒരേപോലെ വരുമ്പോൾ ഒരു ഗ്രൂപ്പിലോട്ട് ആ വാർത്ത ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ചാനലുകാരും ഒരേപോലെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പൊ അതില് പ്രത്യേകിച്ച് ഒന്നും വലിയ പാനിക്കാവേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവിടെ നമുക്ക് കുറ്റപത്രം സമർപ്പിച്ചാൽ മാത്രമാണ് അടുത്ത കാര്യങ്ങൾ മൂവ് ചെയ്യുള്ളൂ. മൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനിയും കുറച്ച് ദിവസം കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. നമ്മളിപ്പോ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ കുറ്റക്കാരാണെന്നുള്ള എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും നോക്കാം, നമുക്ക് വരും ദിവസങ്ങളിൽ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോട്ടെ. പിന്നെ ബെയിലും കാര്യങ്ങളൊക്കെയാണ് അടുത്ത ദിവസത്തിലൊക്കെ വരുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ കാര്യങ്ങളൊന്നും നടക്കുക. അപ്പൊ അതൊന്നും നടന്നില്ല എന്ന് വെച്ചിട്ടൊന്നും ആരും ടെൻഷൻ അടിക്കരുത്, പാനിക് ആവുകയോ ചെയ്യാൻ നിൽക്കരുത്. വളരെയധികം പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുക. നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ഹൈറിച്ച് തെറ്റ് ചെയ്ത് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഹൈറിച്ച് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും, അതിൻ്റെ ഇടയിൽ കോടതിയും കാര്യങ്ങളും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെയാണ് നമ്മൾ നോക്കി കാണേണ്ടത്. അത് കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്ക് നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുവരെ ഉണ്ടാകുന്ന പൊടിപടലങ്ങളെല്ലാം തന്നെ ഈ ഒരു വിഷയത്തിന്റെ പേരിലുണ്ടാകുന്ന ഫൈറ്റുകളാണ്. ശരിയും തെറ്റും തമ്മിലുള്ള ഫൈറ്റുകളാണ്. അവിടെ ഏത് സമയത്തും എല്ലാ സമയത്തും സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്.